മക്കളെ ഗുഡ് മോർണിംഗ്. നമ്മൾ സ്തംഭങ്ങൾ പറഞ്ഞ ചാപ്റ്റർ ആയിരുന്നു നമ്മൾ എടുത്തുകൊണ്ടിരുന്നത്. നമ്മൾ അതിലെ 200ാമത്തെ പേജിലെ 5ാമത്തെ ഒരു ചോദ്യമാണ് നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത്. നമുക്കറിയാം ഏതൊരു സ്തംഭത്തിൻ്റെയും വോളിയം കാണാനായിരുന്നു നമ്മൾ ഇത്രയും നേരം നമ്മൾ പഠിച്ചുകൊണ്ടിരുന്നത്. ഏതൊരു സ്തംഭത്തിൻ്റെയും വോളിയം കാണാൻ പാദപരപ്പളവ് ഇൻറ്റു ഉയരമാണെന്ന് നമുക്കറിയാം. അതൊരു ത്രികോണ സ്തംഭമാകുമ്പോൾ ½ BH ആണ് അയാളുടെ വോളിയം കാണാൻ. അതൊരു സമഭുജ ത്രികോണമാകുമ്പോഴും ഒക്കെ അതിൻ്റെ വോളിയം മാറിക്കൊണ്ടേയിരിക്കും. അയാൾ ഒരു ചതുരസ്തംഭമാണെങ്കിൽ അതിൻ്റെ LBH ആയിരിക്കും. അയാൾ ഒരു വൃത്തസ്തംഭമാണെങ്കിൽ πr² ആണ് വോളിയം കാണാനുള്ളത്. അത് നമ്മൾ മറക്കരുത്. ഓക്കെ, അപ്പോൾ വോളിയം കാണുന്നതും ലിറ്റർ കാണുന്നതും ഒരേപോലെ തന്നെയാണെന്ന് നമ്മൾ കൂട്ടത്തിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. നമ്മൾ ഓൾറെഡി പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ്. ഒപ്പം നമ്മൾ പറഞ്ഞുകൊണ്ടേ ഇരിക്കുമ്പോഴാണ് നമ്മളെ മനസ്സിൽ എപ്പോഴും ആ കാര്യങ്ങൾ ഉണ്ടായിരിക്കുക. അതായത് 10 മീറ്റർ ക്യൂബ് ആണെങ്കിൽ 10 മീറ്റർ ക്യൂബ് ലിറ്റർ ആണ് അയാളുടെ വെള്ളത്തിൻ്റെ അളവൊക്കെ ഉണ്ടായിരിക്കുക. അതായത് മീറ്റർ ക്യൂബിനും അല്ലെങ്കിൽ സെൻറ്റിമീറ്റർ ക്യൂബിന് യൂണിറ്റിനൊക്കെ വളരെ പ്രാധാന്യമുണ്ട്. ഓക്കെ, നമ്മൾ 5ാമത്തെ ഒരു ചോദ്യമാണ് നോക്കുന്നത്. ചോദ്യം വളരെ സിമ്പിൾ ആണെങ്കിലും അതിലെ കൺസെപ്റ്റ് എന്ന് പറയുന്നത് വലിയ കൺസെപ്റ്റാണ്. ഓക്കെ, ലോഹം കൊണ്ടുണ്ടാക്കിയ ഒരു ചതുരസ്തംഭത്തിൻ്റെ വക്കുകൾ 6 സെൻറ്റിമീറ്റർ, 9 സെൻറ്റിമീറ്റർ, 15 സെൻറ്റിമീറ്റർ ആണ്. ഇതൊരുക്കി വക്ക് 3 സെൻറ്റിമീറ്റർ ആയ എത്ര സമചതുരക്കട്ടകൾ അല്ലെങ്കിൽ ക്യൂബുകൾ ഉണ്ടാക്കാം എന്നാണ് നമ്മളോട് ചോദിച്ചിട്ടുള്ളത്. എന്താണ് പറഞ്ഞ കാര്യം നമുക്കൊന്ന് ചെറുതായിട്ടൊന്ന് വരച്ചു നോക്കാം. ലോഹം കൊണ്ടുണ്ടാക്കിയ ഒരു ചതുരസ്തംഭത്തിൻ്റെ അല്ലെങ്കിൽ റെക്റ്റാങ്കിൾ പ്രിസം, ചതുരസ്തംഭം ആയിക്കോട്ടെ. നമ്മൾ ചതുരസ്തംഭം എന്ന് പറയുമ്പോൾ അയാൾ ഏകദേശം ചതുരസ്തംഭം എന്ന് പറയുമ്പോൾ ഏകദേശം അയാൾ ഇങ്ങനെ വരും അല്ലേ? സംശയങ്ങളൊന്നുമില്ലല്ലോ. സ്തംഭത്തിന്റെ വക്കുകൾ, അതായത് എഡ്ജുകൾ എന്നാണ്. പാദ എഡ്ജുകൾ എന്നല്ല, അല്ലെങ്കിൽ പാദ വക്കുകളല്ല, എഡ്ജുകൾ എന്നാണ് പറഞ്ഞുള്ളത്. മക്കളെ നോക്കടാ, ഒരേപോലെ ഇയാളും 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 തുല്യമാണ്, ഒരേ ലെങ്ത് ആണ്. അതേപോലെ ഇയാളും 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 ഒരേ ലെങ്ത് ആണ്. അതാണ് ഈ സ്തംഭത്തിന്റെ ഹൈറ്റുകൾ. അതേപോലെ ഇയാളും 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 ഈക്വൽ ആണ്. 3 വ്യത്യസ്തമായ എഡ്ജുകളാണ്. ആ എഡ്ജുകളൊക്കെ ഈക്വലും ആണ്. എല്ലാവരും അല്ല, ആ 3 വ്യത്യാസങ്ങൾ. വക്കുകൾ 6 സെൻറ്റിമീറ്റർ, 9 സെൻറ്റിമീറ്റർ, 15 സെൻറ്റിമീറ്റർ ആണ്. ഇയാളെ നമ്മൾ 6 എന്ന് എടുക്കാം. ഓക്കെ, ഈ 15 എടുത്താലും പ്രശ്നങ്ങളില്ല, 9 എടുത്താലും പ്രശ്നങ്ങളല്ല. മറ്റേ ആൾക്കാരെ മാറ്റി കൊടുത്താൽ മതി. ഇയാൾ 6 എന്നെടുത്തു, ഇയാളെ 9 എന്നെടുത്തു, ഇയാളെ ഞാൻ 15 എന്നെടുത്തു. ഓക്കെ, അപ്പോൾ ഇയാളും 6 ഇയാളും 6 ഇയാളും 6. ഓക്കെ, ഇയാൾ 15 ഇയാൾ 15 ഇയാൾ 15 ഇയാളും 15. ഇയാൾ 9 9 9. ഇത്ര റെഡിയാണോ? ഇനി വാക്കുകൾ ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. അടുത്ത ചോദ്യം, ഇയാളെ ഉരുക്കിയിട്ട് വക്കുകൾ 3 സെൻറ്റിമീറ്റർ ആയ എത്ര സമചതുരക്കട്ടകൾ അല്ലെങ്കിൽ ക്യൂബുകൾ ഉണ്ടാക്കാമെന്ന് ചോദിച്ചത്. അതായത് നമുക്ക് വേറൊരു ക്യൂബ് ഉണ്ട്, അല്ലെങ്കിൽ വേറൊരു സമചതുരക്കട്ട ഉണ്ട്. ആ ക്യൂബ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം എല്ലാ വക്കുകളും അല്ലെങ്കിൽ സമചതുരക്കട്ട എന്ന് പറയുമ്പോൾ എല്ലാ വക്കുകളും ഈക്വൽ ആണ്. അതായത് ഇയാൾ 3 ആണെങ്കിൽ ഇയാളും 3 ഇയാളും 3. ലെങ്ത്തും ബ്രെഡ്ത്തും ഹൈറ്റും ഒക്കെ 3. ഇയാളുടെ ലെങ്ത് ഇത്, ബ്രെഡ്ത്ത് ഇത്, ഹൈറ്റ് ഇത്. ഓക്കെ, ഇയാളെ ഉരുക്കണം. മെൽറ്റഡ് ആൻഡ് റീകാസ്റ്റ് ആണ്. ഇയാളെ ഉരുക്കിയിട്ട് ഇയാളെ പോലെ ആക്കുമ്പോൾ ഈ ചെറിയ ആളെ പോലെ എത്ര ഉണ്ടാവും എന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഇയാളെ ഉരുക്കുക എന്ന് പറയുമ്പോൾ ഇയാളുടെ മൊത്തത്തിലുള്ള അളവല്ലേ, ഉള്ളിലെയും പുറത്തെയും ഒക്കെ അളവല്ലേ. അതായത് മൊത്തത്തിലുള്ള അളവിനെ നമ്മൾ വോളിയം എന്ന് പറയും. അതായത് ഇയാളുടെ വോളിയത്തെ നമ്മൾ ഉരുക്കുകയാണ്. ഇയാളെ വോളിയത്തെ നമ്മൾ ഉരുക്കിയിട്ട് ഇതേപോലത്തെ കുറേ ഉണ്ടാക്കണം. ഓക്കെ, അപ്പോൾ നമ്മൾ ഇങ്ങനത്തെ ഒരു ചോദ്യം തന്നാൽ ഇയാളുടെ വോളിയത്തിനെ ഇയാളുടെ വോളിയം കൊണ്ട് ഹരിച്ചാൽ എണ്ണം കിട്ടും. ഓക്കെ, അപ്പോൾ ഇങ്ങനൊരു ചോദ്യം തന്നാൽ ഉരുക്കുക എന്നൊക്കെ പറയുമ്പോൾ അയാളുടെ വോളിയം എന്ന് പറഞ്ഞാൽ മൊത്തത്തിലുള്ള അളവാണ്, ഉള്ളിലൊക്കെ അളവാണ് വോളിയം എന്ന് പറയുന്നത്. തീർച്ചയായിട്ടും ഇയാളെ വോളിയം കണ്ടിട്ട് ഈ വോളിയത്തിൽ നിന്നും ഇയാളുടെ വോളിയം നമ്മൾ ഹരിക്കുമ്പോൾ എണ്ണം കിട്ടും. അപ്പോൾ ഇയാളുടെ വോളിയം നമ്മൾ കാണണം. ഓക്കെ, നമുക്ക് എഴുതിക്കൂടെ? വലിയ അല്ലെങ്കിൽ ചതുരസ്തംഭത്തിന്റെ വോളിയം എഴുതിക്കൂടെ? അല്ലെങ്കിൽ റെക്റ്റാങ്കുലർ പ്രിസത്തിന്റെ വോളിയം നമ്മൾ എഴുതുന്നു വലിയ സ്തംഭത്തിന്റെ വോളിയം സമം
പാദപരപ്പളവ് ഇൻറ്റു ഉയരമാണെന്നറിയാം. ഏതൊരു സ്തംഭത്തിന്റെ വോളിയം കാണും ഇയാൾ, അതായത് ചതുരസ്തംഭമായത് കൊണ്ട് തന്നെ ഇയാളുടെ വോളിയം എന്ന് പറഞ്ഞാൽ LBH ആണ്, ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത് ഇൻറ്റു ഹൈറ്റ്. ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത് ഇൻറ്റു ഹൈറ്റ്. എല്ലാരാ L ഇയാളാണ്, ഇയാളാണ് L, ഇയാളാണ് B, ഇയാളാണ് H. ഓക്കെ, ലെങ്ത് എത്രയാ 6 ആണ്, ബ്രെഡ്ത്ത് എത്ര 9 ആണ്, ഹൈറ്റ് 15 ആണ്. ഈ H ആരതാ സ്തംഭത്തിന്റെ വോളിയാണ്. ഇത്രയും സെന്റിമീറ്ററിലാണ് തന്നത്. ഇത്രയും സെന്റിമീറ്റർ ക്യൂബ് ആയിരിക്കും ഇയാളുടെ വോളിയം എന്ന് പറയുന്നത്. ഇയാളുടെ വോളിയത്തിനെ ഇയാളുടെ വോളിയം കൊണ്ട് ഹരിക്കണം. അപ്പൊ ഇയാളുടെ വോളിയം കാണണം, അതായത് ചതുരക്കട്ടയുടെ വോളിയം കാണണം, അതായത് ക്യൂബിന്റെ വോളിയം. അപ്പൊ ചതുരക്കട്ടയുടെ വോളിയം V എന്ന് എഴുതണം, അല്ലെങ്കിൽ വ്യാപ്തം അനുസരിച്ച് എഴുതാം. എത്ര എന്താ, ലെങ്ത്തും ബ്രെഡ്ത്തും ഹൈറ്റും ഒക്കെ എന്താ 3 ആണ്. LBH പറയണത് എന്താ, അതൊക്കെ 3 ആണ്. അപ്പോൾ 3 × 3 സെന്റിമീറ്റർ ക്യൂബാണ് അയാളുടെ വോളിയം. ഓക്കെ, ഇയാളുടെ വോളിയത്തിനെ ഇയാളുടെ വോളിയം കൊണ്ട് ഹരിക്കുമ്പോൾ എന്ത് കിട്ടും, നമുക്ക് അത്രയും ക്യൂബുകളുടെ എണ്ണം കിട്ടും. വോളിയം എടുക്കാൻ കാരണം എന്താ, ഇയാളുടെ മൊത്തം അളവിനെയാണ്, മൊത്തം അളവിനെ തന്നെയാണ് നമ്മൾ വോളിയം എന്ന് പറയാറ്. ഓക്കെ, അതപ്പോൾ വോളിയം കൊണ്ടാണ് നമ്മൾ ഹരിക്കേണ്ടത്. അപ്പോൾ ഈ വോളിയത്തിനെ ഈ വോളിയം കൊണ്ട് ഹരിക്കാം. ഓക്കെ, അപ്പൊ നമുക്ക് ഹരിച്ചൂടെ, എന്താ എഴുത, ലാസ്റ്റ് നമ്മൾ എന്താ അറിയാം, എണ്ണം സമം എഴുതിക്കൂടെ. എണ്ണം സമം ഇയാളുടെ വോളിയം 6 × 9 × 15 ഇയാളുടെ വോളിയം സെന്റിമീറ്റർ ക്യൂബ് ഉണ്ട്. ഓക്കെ, സെന്റിമീറ്റർ ക്യൂബ് ഉണ്ട് ബൈ ഈ വോളിയം 3 × 3 സെന്റിമീറ്റർ ക്യൂബ്. ഒന്നും ആലോചിക്കേണ്ട മക്കളെ, ഈ സെന്റിമീറ്റർ ക്യൂബിനെ നമുക്ക് കട്ട് ചെയ്യാം. ഓക്കെ, ഈ 3നെയും ഈ 6നെയും നമ്മൾ കട്ട് ചെയ്തു. 2 3 6 ആണ്, അപ്പൊ 2 എന്ന് കിട്ടും. ഈ 3നെയും ഈ 9നെയും നമ്മൾ കിട്ടും. 3 3 9 ആണ്, അപ്പൊ 3 എന്ന് കിട്ടും. ഈ 3നെയും ഈ 15നെയും നമ്മൾ കട്ട് ചെയ്തു. 3 5 15 ആണ്, അപ്പൊ 5 എന്ന് എഴുതി. അവസാനം നമുക്ക് എന്താ വരിക, സെന്റിമീറ്റർ ക്യൂബിന് നമ്മൾ ഓൾറെഡി കട്ട് ചെയ്തു. 2 × 3 ഇതാ 2 × 3 × 5 ആണ്. 2 × 3 6 ആണ്, 6 × 5 30 ആണ്. അപ്പൊ 30 എണ്ണം ഉണ്ടായിരിക്കും. അതായത് ഇയാളെ വോളിയത്തിന്, അല്ലെങ്കിൽ ഇയാളെ ഉരുക്കിയിട്ട് ഇങ്ങനെ ഒരു ക്യൂബ് നമ്മൾ ഉണ്ടാക്കുമ്പോൾ 30 ആൾക്കാരെ കിട്ടും എന്നാണ് നമ്മളോട് പറഞ്ഞിട്ടുള്ളത്. ഇത്ര റെഡിയാണോ? നമ്മൾ ഉരുക്കുക എന്ന് പറയുമ്പോൾ അയാളുടെ വോളിയത്തെയാണ് നമ്മൾ ഉരുക്കുന്നത്. അപ്പൊ അവിടെ തീർച്ചയായിട്ടും വോളിയം ആയിരിക്കും കാണും. മറന്നു പോകുന്നത് ചെറിയ സാധനമാണ്, പക്ഷെ കോൺസെപ്റ്റ് വലിയൊരു കാര്യമാണ്. റെഡിയാണോ മക്കളെ? നമുക്ക് 200ാമത്തെ പേജിൽ 6ാമത്തെ ഒരു ചോദ്യം ഉണ്ട്, അത് എന്താന്ന് നോക്കാം. ഓക്കെ, വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ്. കാര്യങ്ങൾ പറയുമ്പോൾ കൃത്യമായിട്ട് ശ്രദ്ധിക്കണം. ഓക്കെ, ചോദ്യം നമുക്ക് വായിച്ചു നോക്കാം. മരം കൊണ്ടുണ്ടാക്കിയ ഒരു സമചതുര സ്തംഭത്തിന്റെ അല്ലെങ്കിൽ സ്ക്വയർ പ്രിസത്തിന്റെ പാദവക്കുകൾ 6 സെന്റിമീറ്ററും ഉയരം 10 സെന്റിമീറ്ററും ആണ്. അതിന്റെ വ്യാപ്തം എത്രയാണ്? വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ചോദ്യം അല്ലേ? അടുത്ത ചോദ്യം വായിക്കുമ്പോൾ അറിയാം അടുത്ത പണി എന്താണ്. ഓക്കെ, നമ്മൾ ആദ്യം ഇത്രയേ ചെയ്യുന്നുള്ളൂ, അത് കഴിഞ്ഞിട്ട് നമ്മൾ അടുത്ത കാര്യം കൂടി ചെയ്യും കേട്ടോ. ഫസ്റ്റത്തെ കാര്യം, മരം കൊണ്ടുണ്ടാക്കിയ ഒരു സമചതുര സ്തംഭം. അപ്പൊ സമചതുര സ്തംഭം നമ്മൾ വരച്ചു നോക്കുക. ഇതാ നമ്മളൊരു സമചതുര സ്തംഭം വരയ്ക്കാൻ പോവാണ്. ഇതാണ് നമ്മൾ ഉണ്ടാക്കിയിട്ടുള്ള സമചതുര സ്തംഭം. ഓക്കെ, ഏകദേശം നമ്മൾ സമചതുര സ്തംഭം എന്താ, ബേസ് എന്താ, സമചതുരം അല്ലെങ്കിൽ സ്ക്വയർ ആയിരിക്കും. ഉണ്ടായി കഴിഞ്ഞു. പാദവക്കുകൾ 6 സെന്റിമീറ്ററും. പാദവക്കുകൾ, ഇതാണ് ഒരു പാദം, ഇതാണ് ഒരു പാദം, ഇത് മറ്റൊരു പാദം, ഇത് മുകളിലത്തെ പാദം. ഓക്കെ, പാദവക്കുകൾ എന്ന് പറഞ്ഞിട്ടുണ്ട്. പാദവക്കുകൾ. അപ്പൊ ഇയാള് എത്രയാ 6 സെന്റിമീറ്റർ എന്ന് തന്നിട്ടുണ്ട്. കാരണം എന്താ, ഇതും 6 ആണ്, ഇതും 6 ആണ്. കാരണം എന്താ, ഇയാൾ ഒരു സമചതുരക്കട്ടയാണ്, സ്ക്വയർ ആണ്. ഓക്കെ, ഉയരം 10 സെന്റിമീറ്ററും. ആരുടെ? സ്തംഭത്തിന്റെ ഉയരം. അപ്പൊ ഇയാള് 10 സെന്റിമീറ്റർ ആണെന്നും തന്നിട്ടുണ്ട്. എല്ലാവരും സെന്റിമീറ്റർ ആണ് കേട്ടോ, എല്ലാവരും സെന്റിമീറ്റർ ആണ്. അതിന്റെ വ്യാപ്തം എത്രയാണ്? സുഖമല്ലേ? വ്യാപ്തം അല്ലെങ്കിൽ വോളിയം നമ്മൾ കാണാൻ പോവുകയാണ്. ഫസ്റ്റത്തെ ഒരു ചോദ്യം എന്തായിരുന്നു? വ്യാപ്തം കാണാനാണ്. പാദപരപ്പളവ് ഇൻറ്റു ഉയരമാണെന്ന് അറിയാം. പാദം ചതുരമാണ്, ചതുരത്തിന്റെ പരപ്പളവ് ലെങ്ത്തിന്റെ ബ്രെഡ്ത്ത്. ഏതൊരു ചതുരസ്തംഭത്തിന്റെ വ്യാപ്തം കാണാൻ നമ്മൾ ഉപയോഗിക്കും LBH എന്ന് നമ്മൾ ഉപയോഗിക്കും. ലെങ്ത് എത്ര മക്കളെ? ഇയാള് ലെങ്ത് ആണ്, ഇയാള് ബ്രെഡ്ത്ത് ആണ്, ഇയാള് ഹൈറ്റുമാണ്. ലെങ്ത് എത്രയാ? 6 ആണ്. ബ്രെഡ്ത്ത് എത്രയാ? അതും 6 ആണ്. ഹൈറ്റ് എത്രയാ? ആള് 10 ആണ്. 10 സെന്റിമീറ്റർ ക്യൂബ് ആയിരിക്കും. വേണമെങ്കിൽ നമുക്ക് ഇയാളൊന്ന് സോൾവ് ചെയ്യാം. ഇപ്പൊ സോൾവ് ചെയ്തില്ലെങ്കിൽ പ്രശ്നമില്ല, സോൾവ് ചെയ്യണം കേട്ടോ, സോൾവ് ചെയ്യണം.
6 36 36 ഇൻറ്റു 0 360 സെന്റിമീറ്റർ ക്യൂബ് എന്ന് കിട്ടും. അടുത്ത രണ്ടാമത്തെ ഒരു ചോദ്യം നമുക്ക് വായിച്ചു നോക്കാം. ഇതിൽ നിന്നും പരമാവധി എത്ര വ്യാപ്തമുള്ള ത്രികോണ സ്തംഭം ചെത്തിയെടുക്കാം? അതായത് ഇയാളിൽ നിന്ന് നമുക്കൊരു ത്രികോണ സ്തംഭം ചെത്തിയെടുക്കണം. എന്താ ഒരു ത്രികോണ സ്തംഭം നമുക്ക് ചെത്തിയെടുക്കണം ഇയാളിൽ നിന്ന്. അപ്പൊ നമ്മൾ ത്രികോണ സ്തംഭം എന്ന് പറയുന്നത് താഴെ എന്തായിരിക്കും? ത്രികോണമായിരിക്കും. ഒരു സംശയം ഉണ്ടാവില്ല, താഴെ ത്രികോണമായിരിക്കും. ത്രികോണമാകുമ്പോൾ നമ്മളെ പിക്ചർ ഏകദേശം ഇങ്ങനെ വരും. നമ്മൾ ചെത്തിയെടുത്തു. അങ്ങനെ എന്താ പറഞ്ഞേ? പരമാവധി എത്ര വ്യാപ്തമുള്ള, അല്ലെങ്കിൽ എന്താണ് വ്യാപ്തം എന്തായിരിക്കണം? പരമാവധി ആയിരിക്കണം വ്യാപ്തം. അങ്ങനെ ഉണ്ടാകുമ്പോൾ ഇയാളുടെ വ്യാപ്തം എത്രയാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. നമ്മൾ വൃത്തിയായിട്ട് നമ്മൾ പറഞ്ഞാൽ ഇയാളിൽ നിന്നും ഇയാളെ പോലെ ഒരാളെ ചെത്തിയെടുക്കണം. അങ്ങനെയാണെങ്കിൽ ഇയാളുടെ പരമാവധി വ്യാപ്തം, ഏറ്റവും ചെറുതല്ല ഏറ്റവും പരമാവധി വ്യാപ്തം എത്രയാണെന്നാണ് നമ്മളോട് ചോദിച്ചിട്ടുള്ളത്. പറഞ്ഞ കാര്യം ഒന്ന് സിമ്പിൾ ആയിട്ട് നമുക്കൊന്ന് പറഞ്ഞു നോക്കാം. ഇതാണ് നമ്മളെ സമചതുര സ്തംഭം അല്ലെങ്കിൽ സ്ക്വയർ പ്രിസം എന്ന് പറയുന്നത്. നിലവിൽ ഇയാൾ ഒരു ചതുരമാണ്. നമ്മൾ ഇതൊരു സമചതുരമാണെന്ന് വിചാരിക്കുക. ഓക്കെ, അപ്പോ ഇയാളിൽ നിന്നാണ് നമ്മൾ ചെത്തിയെടുക്കുന്നത്. മക്കളെ, ത്രികോണ സ്തംഭമാണ് സ്ഥിതി. അപ്പൊ ത്രികോണ സ്തംഭത്തിന്റെ ഹൈറ്റ് പരമാവധി വ്യാപ്തം എന്ന് പറയുമ്പോൾ പരമാവധി അളവായിരിക്കും കിട്ടേണ്ടത്. മാക്സിമം. ഓക്കെ, ഹൈറ്റ് നമുക്ക് ഇയാളെ ഇത്രയും ഹൈറ്റ് എടുത്തോട്ടെ. ഇയാളുടെ മുകളിലേക്കല്ലേ നമുക്ക് ഹൈറ്റ് എടുക്കാൻ പാടില്ലാത്തതുള്ളൂ. മിനിമം ഇത്ര എടുത്താൽ മതിയോ? ഇത്രയും പോകൂലേ? അപ്പൊ നമ്മുടെ മാക്സിമം ഹൈറ്റ്, ഈ നമ്മൾ വെട്ടിയെടുത്ത ത്രികോണ സ്തംഭത്തിന്റെ മാക്സിമം ഹൈറ്റ് എന്ന് പറയുന്നതും ഈ സ്തംഭത്തിന്റെ ഹൈറ്റ് തന്നെയായിരിക്കും. ഈ സ്തംഭത്തിന്റെ ഹൈറ്റ് എന്ന് പറയുന്നത് 10 ആണ്. അപ്പോൾ ഇയാളുടെ ഹൈറ്റ് എന്ന് പറയുന്നതും 10 സെന്റിമീറ്റർ തന്നെയായിരിക്കും. ഓക്കെ, ഈ സ്തംഭത്തിന്റെ ഹൈറ്റ് എന്താ? ആ ത്രികോണ സ്തംഭത്തിന് നമുക്ക് വെട്ടിയെടുക്കാം. ഓക്കെ, ഇനി താഴെ ഭാഗം നോക്കാം. താഴെ ഭാഗം മക്കളെ, ഈ ത്രികോണ സ്തംഭത്തിന്റെ ഒരു വശം എന്താ? ഇത്രയും നമുക്കൊരു ത്രികോണ സ്തംഭത്തിന് ഒരു വശമാക്കി എടുത്തൂടെ? കാരണം ഇത്ര എടുത്താൽ മതിയോ? ഇത്രയും പോകൂലേ? അപ്പൊ ഇതിന്റെ അപ്പുറത്തേക്കല്ലേ പോവാത്തുള്ളൂ. അപ്പൊ ഇതൊരു വശമാക്കി എടുത്തൂടെ നമുക്ക്? അപ്പോ ഇതൊരു വശം. ഇയാള് 6 ആയതുകൊണ്ട് ഇയാളും നമുക്ക് 6 ആയിട്ട് എടുക്കാം. പ്രശ്നമില്ലല്ലോ. ഓക്കെ, ഇനി മുകളില് ത്രികോണത്തിന്റെ ഒരു കോർണർ, ഒരു വെർട്ടക്സ് ഇതും മറ്റൊരു വെർട്ടക്സ് ഇതും. ഓക്കെ, അതായത് കോർണേഴ്സ്, മൂലകൾ. ഒന്ന് ഇത്, രണ്ടാമത്തത്, മൂന്നാമത്തെ ഒരു കോർണർ അല്ലെങ്കിൽ മൂന്നാമത്തെ ഒരു വെർട്ടിക്സ് ഉണ്ടായിരിക്കും. അത് നമ്മൾ ഇവിടെ എടുത്താൽ മതിയോ? ഇങ്ങനെ ഒരു ത്രികോണം വന്നാൽ മതിയോ? പോരല്ലോ, നമുക്ക് ഇത്രയും പോയിക്കൂടെ? ഇതിന്റെ മുകളിലേക്കല്ലേ പോകാൻ പാടുള്ളൂ. അപ്പൊ ഇവിടെ എവിടെയും ആണെങ്കിൽ നമുക്ക് എന്താ, മൂന്നാമത്തെ വെർട്ടക്സും അല്ലെങ്കിൽ മൂന്നാമത്തെ മൂല നമുക്ക് എടുക്കാം. ഇവിടെ എടുക്കാം, ഇവിടെയൊക്കെ എടുത്താൽ എന്താ, പരമാവധി അളവായിരിക്കും അല്ലെങ്കിൽ പരമാവധി വ്യാപ്തമായിരിക്കും നമുക്ക് ലഭിക്കുക. ഞാൻ ഇവിടെ എടുത്തെന്ന് വിചാരിക്കാം. അപ്പൊ ഒരു വശം ഇത് ആ ത്രികോണത്തിന്റെ, മറ്റൊരു വശത്ത് മൂന്നാമത്തെ ആ ത്രികോണത്തിന്റെ വശം ഇതായിരിക്കും. ഇതിലിങ്ങനെ അങ്ങോട്ട് പോകൂല്ലേ? അപ്പൊ എന്താ, ഈ കോണത്ര 90 ഡിഗ്രി ആയിരിക്കും. അപ്പൊ ഇയാളെന്താ, ഒരു റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ ആയി, അല്ലെങ്കിൽ എന്താ, മട്ടത്രികോണമായി അല്ലെ? മട്ടത്രികോണം അല്ലെങ്കിൽ റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ ആയിരിക്കും. നമ്മൾ ഈ പറഞ്ഞ കാര്യം ഇതിലോട്ടൊന്ന് പറഞ്ഞു നോക്കുക. ഈ ലെങ്ത് ആണ് ഇയാള്, ആയിക്കോട്ടെ, പ്രശ്നമൊന്നുമില്ല. ഈ ലെങ്ത് ആണ് ഇയാള്, എന്താ, സമചതുരാണ്. അപ്പൊ ഇയാള് 6 ആണ്. ഓക്കെ, ഇയാള് ഇങ്ങനെ ഒരു ലെങ്ത് പോകും. അയാളാണ് ഇത്, ഇങ്ങനെയാണ് പോയത്. ഈ കോണ് 90 ഡിഗ്രിയാണ്. അത് റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ ആണ്. റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ ആവുമ്പോൾ അവിടെ ഒരു ഹാഫ് BH ഉണ്ടാവും. ഹാഫ് BH ആണ് പാദപരപ്പളവ് എന്ന് പറയുന്നത്. ഹാഫ് BH ആണ് പാദപരപ്പളവ് അല്ലെ? അവിടെ റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ ഉണ്ടായി. ഇതായിരിക്കും നമ്മളുടെ ത്രികോണത്തിന്റെ ബേസ് എന്ന് പറയുന്നത്. ഇയാള് 6 ആണ്, ഇയാളും 6 ആണ്, ഇയാള് 90 ഡിഗ്രിയാണ്. റെഡിയാണോ? ഈ ത്രികോണ സ്തംഭത്തിന്റെ ഹൈറ്റ് 10 സെന്റിമീറ്റർ വന്നു. ഈ ത്രികോണ സ്തംഭത്തിന്റെ പാദം ഈ ഒരു ഷേപ്പിൽ നമ്മൾ വരച്ചത് ഇതേപോലെ തന്നെയാണ്. നമ്മൾ വരയ്ക്കുമ്പോൾ നമുക്ക് കൃത്യമായിട്ട് ബോർഡുമല്ലേ, ഇത് 3D പിക്ചറാണിത്. നമ്മൾ 3D പിക്ചർ ബോർഡുമ വരയ്ക്കുമ്പോൾ ഇങ്ങനെ തന്നെയായിരിക്കും. കണ്ടാൽ നമുക്ക് തോന്നും ഇയാളൊരു സമഭുജ ത്രികോണം, കാണുമ്പോൾ മാത്രമേ ഉള്ളൂ. പക്ഷെ അയാൾ ഇങ്ങനെയാണ് നിൽക്കുന്നത്. ഓക്കെ, ഇയാൾ റൈറ്റ് ആംഗിൾഡ് ആണ് അല്ലെങ്കിൽ മട്ട ത്രികോണമാണ്. നമുക്കറിയാം പാദപരപ്പളവ് കണ്ടൂടെ? നമ്മളെന്താ, ഇയാളുടെ വോളിയാണെന്ന് ചോദിച്ചത്. വോളിയം ഈക്വൽ ടു നമുക്ക് എഴുതാം. ആരുടെ വോളിയം? നമ്മൾ എഴുതണം ത്രികോണ സ്തംഭത്തിന്റെ വോളിയം എന്ന് എഴുതണം. ഓക്കെ, അല്ലെങ്കിൽ ട്രയാങ്കുലർ പ്രിസത്തിന്റെ വോളിയം നമുക്ക് അങ്ങനെ എഴുതാം. ത്രികോണ സ്തംഭത്തിന്റെ വോളിയം ഈക്വൽ ടു പാദപരപ്പളവ് ഇൻറ്റു ഉയരമാണെന്ന് അറിയാം. പാദം ത്രികോണമാണ്. ത്രികോണം വെറും ത്രികോണമല്ല, മട്ടത്രികോണമാണ്. മട്ടത്രികോണത്തിന്റെ പരപ്പളവ് ഹാഫ് BH ആണ്. മട്ടത്രികോണത്തിന്റെ പരപ്പളവ് പാദപരപ്പളവ് ഇൻറ്റു ഉയരം.
ആരുടെ സ്തംഭത്തിന്റെ ഉയരം h ആണ്. റെഡിയാണോ? ഇത്ര റെഡിയാണോ? ഹാഫ് ബേസ് എന്താ 6 ആണ്. ഇതാ 6 ആണ്. 6 ഇൻറ്റു ഹൈറ്റ്. ആരാ ഹൈറ്റാ? മാറിപ്പോരുത്. ഇയാളെ ഹൈറ്റ് അല്ല, ഈ ഹൈറ്റ് ആണ്. ഇതാ ഇയാളും 6 ആണ്. ഈ ഹൈറ്റ്, ഇയാളുടെ ഹൈറ്റ് 10 ആണ്. ഓക്കെ, റെഡിയാണോ? ഈ 2ഉം ഈ 6ഉം നമുക്ക് കട്ട് ചെയ്യാം 3 എന്ന് വരും. അപ്പൊ ലാസ്റ്റ് നമുക്ക് 3 ഇൻറ്റു 6 ഇൻറ്റു 10 എന്ന് വരും. 3 ഇൻറ്റു 6 18 ആണ്. പിന്നെ ഒരു 0 180 എന്ന് വരും. ഓക്കെ, 180 സെന്റിമീറ്റർ ക്യൂബ് എന്ന് വരും. ഓക്കെ, മറ്റൊരു കാര്യം കൂടി പറഞ്ഞുതരാം. ഇയാളുടെ പകുതി ആയില്ലേ ഇയാള്, അതെങ്ങനെയാ വന്നതുകൊണ്ടും പറഞ്ഞുതരാം. മക്കളെ നോക്കടാ. ഇയാളൊരു നിലവിൽ ഇയാള് കാണാൻ ചതുരം പോലെ തന്നെയാണ്. പക്ഷെ നമ്മൾ ആലോചിക്കണം, നമ്മളെ ചോദ്യത്തിൽ സമചതുരാണ്. ഇയാളൊരു സമചതുരാക്കി നിങ്ങൾ വിചാരിക്കുക. സമചതുരാണ് അല്ലെ? അയാൾ നമ്മൾ ഇങ്ങനെയാണ് കട്ട് ചെയ്യണത്, ചെത്തണത്. ഇതേപോലെ ഇങ്ങനെ ചെത്തി കൊണ്ടുപോകില്ലേ? ഇതിലൂടെ ചെത്തിയിട്ട് അങ്ങോട്ട് കൊണ്ടുപോകും. അപ്പോ ഇയാളുടെ വോളിയത്തിന്റെ പകുതി അല്ലേ ഇത്രയും ആളത് വരിക? ഈ ത്രികോണ സ്തംഭത്തിന്റെ ഇത് കൂടെ അല്ലേ നമ്മൾ കട്ട് ചെയ്ത് മുറിച്ച് മാറ്റി കഴിഞ്ഞത്? അപ്പൊ ഇയാളുടെ വോളിയം എത്രയായിരിക്കും? ഇയാളുടെ പകുതി അല്ലേ? പകുതി തന്നെയല്ലേ നമുക്ക് കിട്ടിയത്? വന്ന കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലായി എന്ന് വിചാരിക്കണം. നിങ്ങൾ ഒന്നുകൂടി ഒന്ന് കണ്ടു നോക്കുക. ഒന്നുകൂടി കാണുമ്പോൾ കൃത്യമായിട്ട് ഓരോന്നും നമുക്ക് മനസ്സിലാവും. ചിത്രം വരയ്ക്കുമ്പോൾ നമുക്ക് ഇങ്ങനെ വരയ്ക്കാൻ കഴിയുള്ളൂ. ഇത് 3D പിക്ചർ ആണ്. ഓക്കെ, എന്നാ ശരി.